ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ആവർത്തിച്ചു പറയാം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദയയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് തുടരുകയാണ്. എന്താണ് ദയ എന്ന് പറയുന്നത്? ഒരാളുടെ സങ്കടങ്ങൾ, ഒരാളുടെ വേദനകൾ കണ്ടും കേട്ടും കടന്നു പോകുന്നതിനെ അല്ല ദയ എന്ന് പറയുന്നത്. ഒരുവന്റെ വേദനയിൽ, സങ്കടങ്ങളിൽ മനസ്സലിഞ്ഞുകൊണ്ട് അവന്റെ സങ്കടങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് ദയ എന്ന് പറയുന്നത്. ചിലരൊക്കെ ചില അപകടങ്ങൾ നടക്കുന്ന സമയത്ത് സഹായിക്കാനായിട്ട് വരുമല്ലേ, രക്ഷാപ്രവർത്തനത്തായിട്ട് ഓടിയെത്താറുണ്ട്. ചിലപ്പോൾ അവർ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി കഴിയുമ്പോൾ കഴുത്തിലും കാതിലും ഒക്കെ ഉള്ളതും ചിലപ്പോൾ കാണില്ല. അതിനെയാണോ ദയ എന്ന് പറയുന്നത്? അല്ല. ചിലര് മറ്റുള്ളവരുടെ വീടുകളിൽ സഹായിക്കാനായിട്ട് പോയി നിൽക്കാറുണ്ട്. ചില അമ്മായിയമ്മമാർ, ചില അമ്മച്ചിമാരൊക്കെ അങ്ങനെ പോയി നിൽക്കാറുണ്ട്. അവരോടുള്ള ദയ കൊണ്ട് പോകുന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനെയല്ല ദയ എന്ന് പറയുന്നത്. ഒരുവനെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ സ്വയം നഷ്ടം സഹിച്ച് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്ന കാരുണ്യത്തിന്റെ പ്രവൃത്തിയെയാണ് നമ്മൾ ദയെന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മളെ ഈ ദയയും കരുണയും അനുകമ്പയും മനസ്സലിവുള്ളവരുമാക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളെ മനസ്സലിവുള്ളവരാക്കണമേ. അനുകമ്പയോടെ പെരുമാറാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ദൈവിക ഭാവമായ കരുണ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ഞങ്ങളെ ദയയുള്ളവരാക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഓരോ ഫലങ്ങളും നമ്മളിങ്ങനെ എടുത്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫലങ്ങൾ കൊണ്ട് നിറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിക്കുന്ന പോലെ ദയയില്ലാതെ, സ്നേഹമില്ലാതെ, കരുണയില്ലാതെ, സമാധാനമില്ലാതെയൊക്കെ ജീവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയായാലും ആ അവസ്ഥകൾക്ക് പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അമേരിക്കയിലെ വടക്കൻ വെർജീനിയയിലെ ഒരു നദിക്കരയിൽ നേരമിരുട്ടുന്നതിന് മുമ്പ് നദിയുടെ മറുകരയിലുള്ള ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരാമെന്ന് കരുതിയാണ് അയാൾ യാത്ര തുടങ്ങിയത്. എന്നാൽ നദീതീരത്ത് എത്തിയപ്പോൾ അക്കരെ കടക്കുവാനായിട്ട് മാർഗങ്ങളൊന്നും കണ്ടില്ല. വെള്ളം കുറവായിരുന്നെങ്കിലും മഞ്ഞുകട്ടകൾ നിറഞ്ഞ് ഒഴുകിയിരുന്നത് കൊണ്ട് ആ പുഴയിലേക്ക് കാലെടുത്തു വയ്ക്കുക അസാധ്യമായിരുന്നു. തന്മൂലം സന്മനസ്സുള്ള ആരെങ്കിലും സഹായിക്കുവാനായിട്ട് ഏതെങ്കിലും കുതിരസവാരിക്കാരൻ വരുന്നതുവരെ അവിടെ കാത്തു നിൽക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അയാൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് മഞ്ഞ് പെയ്യാൻ തുടങ്ങി.
അതോടൊപ്പം അസ്ഥി തുളച്ചു കയറുന്ന വടക്കൻ ശീതക്കാറ്റും ആഞ്ഞടിക്കുവാനായിട്ട് ആരംഭിച്ചു. പക്ഷേ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ആരെങ്കിലും സഹായത്തിന് വരുന്നത് വരെ അവിടെ കാത്തിരിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി 4 കുതിരസവാരിക്കാർ കടന്നു വരുന്നത് അയാൾ കണ്ടു. അവരുടെ സഹായം ചോദിക്കാൻ അയാൾ മാനസികമായി തയ്യാറെടുക്കുമ്പോൾ ആദ്യത്തെ കുതിരക്കാരൻ അയാളുടെ അടുത്തുകൂടി കടന്നുപോയി. അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കിയെങ്കിലും ആ കുതിരക്കാരനോട് സഹായം ചോദിക്കാൻ അയാൾ തയ്യാറായില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുതിരസവാരിക്കാരൻ അയാളുടെ അടുത്തുകൂടെ കടന്നുപോയി. അപ്പോഴും അയാൾ സഹായമൊന്നും ചോദിച്ചില്ല. മൂന്നാമത്തെ കുതിരക്കാരൻ കടന്നുപോയപ്പോഴും സഹായം ചോദിക്കുവാനായിട്ട് അയാൾക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവസാനത്തെ കുതിരക്കാരൻ അടുത്തു വന്നപ്പോൾ അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കി അയാൾ ആ കുതിരക്കാരനോട് വിനയപൂർവം ചോദിച്ചു, വൃദ്ധനായ എന്നെ കൂടി അക്കരയിലെത്തിക്കാമോ? ആ കുതിരക്കാരൻ വൃദ്ധനായ ആ മനുഷ്യനെ തന്റെ കുതിരപ്പുറത്ത് കയറ്റി നദിയുടെ മറുകരയിൽ എത്തിക്കുക മാത്രമല്ല, അയാളെ തന്റെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ആ കുതിരക്കാരൻ സന്മനസ് കാണിച്ചു. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തിയതിലുള്ള സന്തോഷത്തോടെ വൃദ്ധനായ ആ മനുഷ്യൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങുമ്പോൾ ആ കുതിരസവാരിക്കാരൻ അയാളോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് മറ്റു 3 കുതിരക്കാരോട് സഹായം ചോദിക്കാതെ എന്നോട് മാത്രം സഹായം ചോദിക്കുവാൻ തയ്യാറായത്? താങ്കളുടെ സഹായ അഭ്യർത്ഥന മാനിക്കാതെ തന്നെ വഴിയിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ഒരു പുഞ്ചിരിയോടെ ആ വൃദ്ധൻ മറുപടി പറഞ്ഞു, മറ്റു 3 പേരുടെയും കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അവരിൽ അല്പം പോലും അനുകമ്പയും സഹതാപവും ഞാൻ കണ്ടില്ല. അവരോട് സഹായം ചോദിച്ചിരുന്നെങ്കിൽ അത് വെറുതെയാകുമായിരുന്നു. എന്നാൽ താങ്കളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അനുകമ്പയും അതുപോലെ എന്നെ സഹായിക്കാനുള്ള സന്മനസ്സും ഞാൻ അങ്ങയിൽ കണ്ടു. താങ്കൾ എന്നെ ഉപേക്ഷിക്കാതെ സഹായിക്കുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. ആ വൃദ്ധന്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞതിന് ശേഷം ആ കുതിരക്കാരൻ നേരെ പോയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മന്ദിരത്തിലേക്കായിരുന്നു. എന്താണ് കാരണം? ആ വൃദ്ധനായ മനുഷ്യനോട് അനുകമ്പയോട് പെരുമാറിയ ആ കുതിരസവാരിക്കാരൻ അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ മഹാനാണ് തോമസ് ജെഫേഴ്സൺ. ആരെ കണ്ടാലും എപ്പോഴും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തിരുന്ന അദ്ദേഹം മറ്റുള്ളവരോട് ദയയും അനുകമ്പയും മനസ്സലിവും കാണിക്കുന്ന ഒരു നല്ല നേതാവായിരുന്നു. അതുകൊണ്ടാണ് വൃദ്ധനായ ആ വഴിപോക്കനെ നദിയുടെ മറുകരയിൽ എത്തിച്ചതിന് പിന്നാലെ അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയി വിടാനായിട്ട് അയാൾ തയ്യാറായത്. പ്രിയപ്പെട്ടവരെ, ഈ തോമസ് ജെഫേഴ്സന്റെ കണ്ണുകൾ അനുകമ്പ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന് മനസ്സലിവുള്ള ഒരു ഹൃദയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളു നിറയെ നന്മയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ പ്രകടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ എങ്ങനെയുള്ളതാ? നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്?
നമ്മുടെ സഹായം ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവർക്ക് അനുകമ്പ നമ്മുടെ കണ്ണുകളിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ? നമ്മിൽ നിന്നും ഒരു നന്മ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് അവർ ആഗ്രഹിക്കുന്ന നന്മ നമ്മിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മളെ അനുകമ്പയും മനസ്സലിവുള്ളവരുമാക്കി മാറ്റുന്നത്. നമ്മെ നന്മയുള്ളവരും നന്മയിൽ നിലനിർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. മനസ്സു തുറന്ന് വിളിക്കാം. കരുണയുള്ള കണ്ണുകൾ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാം. അനുകമ്പയുള്ള ഒരു നല്ല ഹൃദയം വേണമെന്ന് ആഗ്രഹിച്ചു വിളിക്കട്ടെ. മനസ്സലിവ് ആഗ്രഹിച്ചു വിളിക്കട്ടെ. കരയുന്നവരുടെ കണ്ണുനീരൊപ്പാനുള്ള മനോഭാവം ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഈശോയുടെ കരുണാ മനോഭാവം വേണമെന്ന് ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഞങ്ങളെ നന്മയുള്ളവരാക്കണമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈശോ ദയയോടെ കേട്ടതിന്റെ ഹൃദയസ്പർശിയായ ഉദാഹരണങ്ങളാണ്. ദയ, കരുണ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കാണിച്ചു തന്ന, നമ്മെ പ്രചോദിപ്പിച്ച വിശുദ്ധരായ മദർ തെരേസയെക്കുറിച്ചും മാക്സിമിലിയൻ കോൾബെയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ദയയുള്ള കാതുകൾ മാത്രമല്ല, അവിടുത്തേക്ക് ദയയുള്ള അധരവുമുണ്ടായിരുന്നു. അവരന്റെ നന്മയ്ക്കു വേണ്ടി, അവരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിക്കുവാനുള്ള ഒരു നാവ് ഈശോയ്ക്കുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം കുരിശിൽ കിടക്കുന്ന ഈശോ തന്നെയാണ്. കുരിശിൽ കിടന്ന ഈശോ ആദ്യം സംസാരിച്ചത് തന്നെ കഠോരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കിയ, കണ്ണീർ ചോരയില്ലാത്ത പടയാളികൾക്ക് വേണ്ടിയും തന്നെ കൊല്ലുന്നതിന് വേണ്ടി വിധി കൽപ്പിച്ചവർക്ക് വേണ്ടിയും അത് നടപ്പിലാക്കിയവർക്കും വേണ്ടിയാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ദയയുള്ള ഒരു നാവ് ഈശോയ്ക്കുണ്ടായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോയുടെ ദയയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. തന്റെ ശത്രുക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഈശോയുടെ അധരം പോലെ നമുക്കും പ്രിയപ്പെട്ടവരെ ദയയുള്ള അധരങ്ങളുണ്ടാകണം. നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി, നമ്മെ വെറുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? അല്ലേ? ഈശോയെ പോലെ ദയോടെ പ്രാർത്ഥിക്കും. അവർക്ക് നാശം വരണമെന്നേ പ്രാർത്ഥിക്കുള്ളൂ, അല്ലേ? ഇല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ദയയുണ്ടെന്നുള്ളതാണ്. ഈശോ കുരിശിൽ പ്രാണവേദന അനുഭവിച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും പറുദീസയിൽ എന്നെ ഓർക്കണമേ എന്ന് യാചിച്ച ആ നല്ല കള്ളനോട് ഈശോ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയോടെ മരണവും കാത്തുകിടക്കുന്ന ആ കള്ളന്റെ ആത്മാവിൽ ജീവന്റെ അമൃതവർഷം പെയ്യിക്കുന്നതായിരുന്നു ഈശോയുടെ വാക്കുകൾ. അവന് സന്തോഷത്തോടെ, മനസമാധാനത്തോടെ, ശുഭപ്രതീക്ഷയോടെ നന്മരണത്തിനൊരുങ്ങുവാൻ സഹായിക്കുന്നതായിരുന്നു
ഈശോയുടെ ദയാവാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അപരനോട് പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കണമെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ ദയയുടെ വാക്കുകൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഉറകൂട്ടപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പാഠശാലയാണ് നമുക്ക് ദയയുടെ വാക്ചാതുര്യവും സംഭാഷണ ശക്തിയും നൽകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓർക്കുക, പലവിധത്തിലുള്ള ദുഃഖദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. ദുഃഖം, ദുരിതം, വേദനകൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ സമൂഹത്തിലൊക്കെയുണ്ട്. വേദനകളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലുണ്ടാകുകയില്ല. അപ്പോൾ മനോവിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരോട്, ദുഃഖസങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ദയയോട് സംസാരിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ വീണ്ടും നൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ദയയുള്ള നാവുകൾ ഉണ്ടാകണം. അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം തകർന്നിരിക്കുന്നവരെ വീണ്ടും കുത്തിനോവിക്കുന്ന വാക്കുകൾ പറയാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെ ചെയ്യുന്നവരില്ലേ? എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല എന്നുള്ളതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, കരങ്ങളുയർത്തിക്കൊണ്ട് വീശി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അഗ്നിയാൽ ഉറകൂട്ടണമേ. അപരനു വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ പ്രത്യാശയിലേക്ക് നയിക്കാൻ ഞങ്ങളുടെ നാവിനെ ദയയുള്ളതാക്കി മാറ്റണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ എത്രമാത്രം ദയയോടെയാണ് സംസാരിച്ചതെന്നതിന്റെ അതിമനോഹരമായ ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. ദേവാലയത്തിലായിരുന്ന ഈശോയുടെ അടുക്കലേക്ക് ഒരു പ്രഭാതത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി നിയമജ്ഞരും ഫരിസേയരും കടന്നു വരികയാണ്. ഈശോയുടെ അടുക്കൽ അവളെ നിർത്തിയിട്ട് അവർ അവരോട് ചോദിച്ചു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ കൽപ്പിച്ചിരിക്കുന്നത്, നീ എന്തു പറയുന്നു? ഈശോയുടെ മറുപടി അവരുടെ വാദമുഖങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന അപ്രതീക്ഷിതമായ മറുപടി കേട്ട് അവരെല്ലാവരും തലകുനിച്ച് അവിടം വിട്ടുപോയി. ഒടുവിൽ ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോയുടെ ദയ നിറഞ്ഞ വാക്കുകൾ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോ സംസാരിച്ചത് മുഴുവൻ അവളെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈശോ അവളെ ആദ്യം മനുഷ്യകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു, പിന്നീട് അവളെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചു, മൂന്നാമതായി ഈശോ അവളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഈശോയുടെ അധരം മുഴുവൻ ദയ നിറഞ്ഞ വാക്കുകളായിരുന്നു, രക്ഷയ്ക്കുപകരിക്കുന്ന വാക്കുകളായിരുന്നു ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വീണത്. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് പരസ്യ വിചാരണ നടത്താൻ വന്ന ആ മനുഷ്യരുടെ കരങ്ങളിൽ നിന്ന്, അവരുടെ ദുഷ്ടമനോഭാവത്തിൽ നിന്ന്, ആൾക്കൂട്ട ആക്രമണങ്ങളിൽ നിന്ന് ഈശോ അവളെ രക്ഷിക്കുകയാണ്.
അവളെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം വന്നവർക്കൊന്നുമില്ല. അവർക്കൊന്നും ദയയുടെ മനസ്സില്ല. പക്ഷെ ഈശോയുടെ ആഗ്രഹം അവളെ ഈ മനുഷ്യരിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണ്. രണ്ടാമതായി, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെയും ദൈവക്രോധത്തിന്റെയും ശിക്ഷയിൽ നിന്ന് ഈശോ അവളെ രക്ഷിച്ചു. അവളെ നിയമവ്യവസ്ഥയിൽ നിന്ന് ഈശോ ഒഴിവാക്കുകയാണ്. മൂന്നാമതായി, മേലിൽ പാപം ചെയ്യരുതെന്ന് അവളോട് കൽപ്പിച്ചുകൊണ്ട് നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഈശോ അവളുടെ വഴി തിരിച്ചു വിടുകയാണ്. ഈശോ ലോകത്തിന്റെ രക്ഷകനാണ്, നമുക്കറിയാം. പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് ഈശോ അവതരിച്ച് കടന്നു വന്നത്. അതുകൊണ്ട് അവന്റെ നോട്ടവും അവന്റെ വാക്കുകളും അവന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം ദയ കൊണ്ട് നിറഞ്ഞതാണ്. അതെല്ലാം മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. നിയമവലയിൽ കുടുങ്ങുന്ന ചെറുജീവിതങ്ങളെയാണ് ഈശോ ദയയുടെ ഖഡ്ഗം ഉപയോഗിച്ച് വലഭേദിച്ച് പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, ആരും പക്ഷം ചേരാനില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന നാക്കുമിസൈലുകളെ പൊരുതി തോൽപ്പിക്കാൻ നിന്റെ അധരങ്ങളിൽ നിന്ന് ദയയുടെ വാക്കുകൾ ഉയരുമോ? നമുക്ക് ദയയുള്ള അധരങ്ങളുണ്ടെങ്കിൽ അനേകം ചെറുജീവിതങ്ങളെ ആൾക്കൂട്ട വിചാരണയിൽ നിന്ന്, കൂട്ടം കൂടിയുള്ള കുറ്റാരോപണങ്ങളിൽ നിന്ന്, വാക്കാൽ ആയുധങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ചോദിക്കട്ടെ, വേദനിക്കുന്നവരെ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവരെ നീ കരുണയോടെ വിധിക്കുമോ യേശുവിനെ പോലെ? പ്രിയപ്പെട്ടവരെ, ഈശോ പാപിനിയായ സ്ത്രീയെ കണ്ടത് നിയമത്തിന്റെയും നീതിയുടെയും കണ്ണട വെച്ചല്ല, നിയമത്തിന്റെ തലനാരിഴ കീറിമുറിച്ചല്ല ഈശോ അവളെ വിധിച്ചത്. ഈശോ അവളെ കരുണയുടെ കണ്ണാടിയിലൂടെ നോക്കിക്കണ്ടാണ് വിധിച്ചത്. അതുകൊണ്ട് ഈശോ അവളെ വിധിക്കാതെ വിടുകയും അവളുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം കുരിശു വഹിക്കുകയുമാണ് ചെയ്തത്. നിന്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാമെന്ന ദയയുടെ വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്നുയരുമോ? നമ്മൾ, പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ മത്സരിക്കുന്നവരും മുന്നിട്ട് നിൽക്കുന്നവരുമാണ്. നമ്മളൊരിക്കലും ആരുടെയും കുറ്റമേറ്റെടുക്കുവാൻ തയ്യാറാകാത്ത മനസ്സും മനോഭാവവും ഉള്ളവരാണ് എന്നതാണ് പരമാർത്ഥം. മൂന്നാമതായി ഈശോ അവളോട് പറഞ്ഞു, ഇനിമേൽ പാപം ചെയ്യരുത്. അതൊരു ഉപദേശമാണ്. അവരെ നല്ല വഴിക്ക് നയിക്കാൻ പ്രേരകമാകുന്ന വാക്കുകൾ, പ്രചോദന വാക്കുകൾ സംസാരിക്കാൻ നമ്മൾ എടുക്കുന്ന സഹനത്തിന്റെ പേരുകൂടെയാണ് ദയെന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ഒരു ഭാരമുള്ള കാര്യമായി നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ അവരെ ഉപദേശിക്കാൻ പോയാൽ, അവരുടെ തെറ്റുതിരുത്താനായിട്ട് ഞാൻ പരിശ്രമിച്ചാൽ, അവർക്ക് എന്നോടുള്ള അടുപ്പവും സൗഹൃദവുമൊക്കെ കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടൊരു തെറ്റ് കണ്ടാലും നമ്മൾ തിരുത്തില്ല. എന്തിനു വെറുതെ നമ്മുടെ സൗഹൃദം നഷ്ടപ്പെടുത്തും? പ്രിയപ്പെട്ടവര്, ഒരു യഥാർത്ഥ സ്നേഹിതന്റെ ഗുണമെന്ന് പറയുന്നത് അവന്റെ തെറ്റുതിരുത്തി നന്മയിലേക്ക് നയിക്കുന്നതാണ്, അല്ലാതെ അവനെ അറിഞ്ഞുകൊണ്ട് തിന്മയിലേക്ക് തള്ളിവിടുന്നതല്ല. അതുപോലെ വേറെ ചിലരുണ്ട്, തങ്ങളുടെ സുഹൃത്തുക്കൾ തെറ്റിലേക്കാണ് പോകുന്നതെന്നറിയുമ്പോൾ അവരെ തിരുത്താതെ
അവരുമായിട്ടുള്ള അടുപ്പം, ബന്ധം അവസാനിപ്പിക്കുന്നവരുണ്ട്. ഓർക്കുക, ഒരുവനെ സ്നേഹപൂർവം തിരുത്തുന്നത് അവനോട് കാണിക്കുന്ന ദയയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ദിവസങ്ങൾ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യണം? പരസ്പരം ഉപദേശിക്കണം. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഉപദേശം സ്വീകരിക്കുവാനായിട്ട് ആരും തയ്യാറില്ല, സ്വീകരിക്കില്ല. നമ്മളൊരാളെ ഉപദേശിക്കുമ്പോൾ നമ്മുടെ ഉപദേശങ്ങൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. ഉപദേശിക്കുന്നത് ഒരുവന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ളതാകണം. വെറുതെ നാവിട്ടലക്കുന്നതല്ല ഉപദേശമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഉപദേശിച്ചതുപോലെ ഉപദേശിക്കണമെങ്കിൽ നമുക്ക് ദയയുള്ള അധരങ്ങളുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദയയെന്ന പുണ്യമുള്ളവർക്ക് അപരനെ ദൈവരാജ്യത്തിന്റെ വഴികളിലൂടെ നടത്തുന്നതിന് സഹായിക്കുന്ന ദയയുള്ള വാക്കുകൾ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ, ദയയോടെ ഞങ്ങളെ നോക്കിക്കാണുന്നവനെ, ഞങ്ങളെ കരുണയോടെ വിധിക്കുന്നവനെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ഏറ്റെടുക്കുന്നവനെ, ദയയോടെ ഞങ്ങളെ ഉപദേശിക്കുന്നവനെ, ദൈവരാജ്യ വഴിയിലൂടെ ഞങ്ങളെ നയിക്കുന്നവനെ, തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ ദയയോടെ സംസാരിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈശോയുടെ പാദം കണ്ണീരുകൊണ്ട് കഴുകിയ പാപിനിയായ സ്ത്രീയെ കുറിച്ചുള്ള വചനഭാഗം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ ഈ പാപിനിയായ സ്ത്രീയെ കുറിച്ചുള്ള വിവരണമാണ്. ഈ വചനഭാഗം പ്രിയപ്പെട്ടവരെ നമുക്ക് സുപരിചിതമാണ്. ഈശോ ഒരു ഫരിസേയന്റെ വീട്ടിൽ അതിഥിയായി വന്ന് ഭക്ഷണത്തിനിരിക്കുന്നു. പാപിനിയായ ഈ സ്ത്രീ ഈശോയുടെ അടുക്കലേക്ക് ഓടി വന്ന് അവന്റെ പാദം കണ്ണീരുകൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും ആ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശുകയും ചെയ്യുകയാണ്. അപ്പോൾ അവളെക്കുറിച്ച് ഹൃദയത്തിൽ വിചാരണ നടത്തിയ ആ ഫരിസേയനോട് ഈശോ പറയുകയാണ്: ഞാൻ നിന്റെ ഭവനത്തിൽ വന്നപ്പോൾ കാലുകൾ കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. അവൾ കണ്ണുനീരുകൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകി. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ അവൾ എൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. എന്നാൽ ഇവൾ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. കാരണം അവൾ എന്നെ അധികം സ്നേഹിക്കുന്നു. അധികം സ്നേഹിക്കുന്ന അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, ഇവിടെ ഈശോ സംസാരിച്ചത് ആർക്കു വേണ്ടിയാണ്? ഒരുവന്റെ വീട്ടിൽ അതിഥിയായി വന്ന് അവന്റെ ഭക്ഷണം ആസ്വദിച്ച ഈശോ അവനു വേണ്ടിയല്ല വക്കാലത്തു പറയുന്നത്. ഈശോ ചിന്തിച്ചത് ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ്. ഈശോ ആ പാവപ്പെട്ട സ്ത്രീയുടെ പക്ഷം ചേർന്നാണ് സംസാരിച്ചത്. പണക്കാരനായ ഫരിസേയന്റെ പ്രൗഢിയിലും ആർഭാടത്തിലുമല്ല ഈശോയുടെ മനസ്സുടക്കിയത്. ആ പാപിനിയായ സ്ത്രീക്ക് വേണ്ടി വാദിക്കാൻ ഈശോയ്ക്ക് ദയയുള്ള അധരങ്ങളുണ്ടായിരുന്നു. എല്ലാവരും
പാപിനി എന്ന് മുദ്രകുത്തിയവർക്ക് വേണ്ടി ഈശോ ഒരു ഉപമ പറയുകയാണ്. അവളുടെ പ്രവർത്തികളെ ഫരിസേയന്റെ പ്രവർത്തികളുമായി താരതമ്യം ചെയ്യുകയും ഫരിസേയന്റെ സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം ആ പാപിനിയുടെ സ്നേഹമാണ്, ആ സ്ത്രീയുടെ സ്നേഹമാണെന്ന് ഈശോ സ്ഥാപിച്ചുറപ്പിക്കുകയും ചെയ്തു. ഈശോയുടെ ആ ദയയുള്ള വാക്കുകൾക്ക് സൗന്ദര്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി, സമൂഹത്തിന്റെ വിളുമ്പിൽ കഴിയുന്നവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ദയയോടെ സംസാരിക്കാൻ കഴിയണമെങ്കിൽ, അവരുടെ പക്ഷം ചേർന്ന് വാദിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ എന്തുണ്ടാകണം? നാക്കുണ്ടായാ പോരാ. നമ്മുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായി. നമ്മുടെ അധരങ്ങളിൽ നിന്ന് ദയയുടെ വാക്കുകൾ, പ്രചോദന വാക്കുകൾ, നന്മയുടെ വാക്കുകൾ, ഉപദേശവാക്കുകൾ പുറത്തു വരുവാൻ നമ്മുടെ നാവിനെ ബലപ്പെടുത്തുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, അധരങ്ങളെ സമർപ്പിച്ചു വിളിച്ച്, ആത്മാവ് നമ്മുടെ അധരത്തെ ബലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു വിളിച്ച്, നമ്മുടെ നാവിന്റെ വിശുദ്ധീകരണം ആഗ്രഹിച്ചു വിളിക്കട്ടെ. അവരിനു വേണ്ടി സംസാരിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ദയയില്ലാത്ത വാക്കുകളാണ്. മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് പല സമാധാനക്കേടിനും കാരണമായിട്ടുള്ളത്. ഹൃദയാന്തർഭാഗത്ത് സ്നേഹമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അധരങ്ങളിൽ ദയയും കരുണയും കരുതലുമുള്ള വാക്കുകൾ ഉണ്ടാകണം. അനുകമ്പ നിറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളുവാനുള്ള സംഭരണശേഷി നമ്മുടെ നാവുകൾക്കുണ്ടാകണം. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കൊളോസ്സാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം: നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. എഫേസുസാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ തിരുവചനം: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കന്മാരോട് കരുണയോടെ സംസാരിക്കാൻ, ദയയോടെ സംസാരിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, ജോലിക്കാരോട് ആദരവോടെ, ബഹുമാനത്തോടെ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, പരസ്പരം ആശ്വസിപ്പിക്കുന്ന, അവരന്റെ നന്മയ്ക്കുതകുന്ന വാക്കുകൾ പറയുവാനായിട്ട് നമ്മൾ പഠിക്കണം. അവരന് ശരിയായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ജ്ഞാനത്തിന്റെ വാക്കുകൾ പറയുവാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ സ്നേഹവും കരുണയും ദയയും നിറഞ്ഞ വാക്കുകൾ പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടായേ മതിയാകും. പരിശുദ്ധാത്മാവിന്റെ ഇടതടവില്ലാത്ത പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം. ആത്മാവിന്റെ ചൈതന്യം നമ്മളിൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിന്റെ കെട്ടുകൾ അഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദയാവചസ്സുകളും കരുണയുടെ പ്രവർത്തികളുമൊക്കെ പുറപ്പെടുകയുള്ളു.
പലരും ദയയില്ലാതെ സംസാരിക്കുകയും നിർദ്ദയമായി പെരുമാറുകയും ചെയ്യുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തതുകൊണ്ടാണ്. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ റസ്കിൻ പറയുന്നത് ഇങ്ങനെയാണ്: നാം മനഃപൂർവ്വം മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുന്നില്ലെങ്കിൽ നാം അറിയാതെ അവരോട് ക്രൂരമായി പെരുമാറാനിടയുണ്ട്. ആവർത്തിക്കുകയാണ്: നാം മറ്റുള്ളവരോട് മനഃപൂർവ്വം അനുകമ്പയോടെ പെരുമാറുന്നില്ലെങ്കിൽ, മനഃപൂർവ്വം അനുകമ്പയോടെ പെരുമാറുന്നില്ലെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? നമ്മളൊക്കെ ക്രൂരമായി പെരുമാറാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമ്മളാരും പ്രിയപ്പെട്ടവരെ ക്രൂരന്മാരാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലേ? ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മളൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തികളുമൊക്കെ പലപ്പോഴും ക്രൂരമായി പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? മനഃപൂർവ്വം അനുകമ്പയോടെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള തീരുമാനമുണ്ടാകണം. നമുക്ക് അനുകമ്പയുള്ള മനുഷ്യരായി മാറാം. മറ്റുള്ളവർ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അനുകമ്പയും ദയയും മനസ്സലിവും നമ്മുടെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? എന്തെങ്കിലും കാണാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട കഥയിൽ കണ്ട ആ വഴിയാത്രികനെ പോലെ നമ്മുടെ കണ്ണുകളിൽ കരുണയുടെ മനോഭാവം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മളെ തടഞ്ഞു നിർത്തി ആരെങ്കിലും നമ്മോട് സഹായം, നന്മ ആവശ്യപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോട് ആരും ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് കരുണയുടെ മുഖഭാവമുള്ള വ്യക്തികളായി മാറാം. നമ്മുടെ കണ്ണുകളിൽ കരുണയുള്ളവരായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടാം. നമുക്ക് കണ്ണുകളടക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ദയയുള്ള കാതുകൾ മാത്രമല്ല, അവിടത്തേക്ക് ദയയുള്ള അധരവുമുണ്ടായിരുന്നു. അപരന്റെ നന്മയ്ക്കു വേണ്ടി, അവരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദയയുള്ള വാക്കുകൾ സംസാരിക്കാൻ നമ്മുടെ നാവിൻ്റെ കെട്ടഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകാൻ നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മെ ദയയുള്ളവരാക്കി മാറ്റാൻ, ദയയോടെ സംസാരിക്കാൻ, മനസ്സലിവുള്ളവരാക്കി മാറ്റാൻ, രൂപപ്പെടുത്താൻ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ, ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ വളരാൻ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേചിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളെ കരുണയുള്ളവരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ.